അപ്പോഴേ നമ്മുടെ സി എം ഐ ഇൻഡറിൻ്റെ എക്സ്ക്ലൂസീവ്ലി സി എം ഐ ഇൻഡറിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ നമ്മളെ മാജിക് ബുക്ക് ഉണ്ടല്ലോ, മാജിക് ബുക്കിൻ്റെ റിവിഷൻ സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. ഈ ബുക്ക് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഇത് ഏകദേശം 150 പേജസ് ആണുള്ളത്. ആ 150 പേജസ് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ക്ലാസ്. ഈ ബുക്ക് വാങ്ങിച്ചവർക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ബുക്കിലെ റിവിഷൻ സീരീസ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നോക്കി പോയാൽ മതി. ഓക്കെ, ഇനി ഞാൻ ഈ ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ലേറ്റസ്റ്റ് ബുക്കാണ്. ഏകദേശം 150 പേജസ് ഉണ്ട്. ജി എസ് ടിയും കസ്റ്റംസും ഇതിലുണ്ട്. ലാസ്റ്റ് ഇയർ റിവിഷൻസിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് എല്ലാ അമെൻമെൻറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ പ്രിഫൈസും അതിൻ്റെ പ്രൊഫൈലൊക്കെയാണ്. നമ്മളെ ഗ്രൂപ്പിൻ്റെ QR കോഡും നമ്മളെ റിവിഷൻ സീരീസിൻ്റെ മറ്റേ റിവിഷൻ സീരീസിൻ്റെ ഇതാണ് നമ്മളുടെ ഇൻഡെക്സ്. ഓക്കെ, നമ്മളെ ഇൻഡെക്സ് ഓക്കെ. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ 5 പേജ്, സപ്ലൈയുടെ മൊത്തം ചാപ്റ്റർ 10 പേജ്, ടൈം ഓഫ് സപ്ലൈ 4 പേജ്. അങ്ങനെ മിനിമൈസ് ചെയ്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. കസ്റ്റംസ് നോക്കുകയാണെങ്കിൽ 3 ചാപ്റ്റർ ആയിട്ട് ഒതുക്കിയിട്ട് മുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എല്ലാ പ്രൊവിഷൻസും എല്ലാ സെക്ഷൻസും ഇൻക്ലൂഡഡ് ആണ് ഇതിലാകെ മിനിമൈസ് ചെയ്തിട്ടുണ്ടാവുക സർക്കുലേഴ്സ് ആയിരിക്കും. കാരണം എല്ലാ സർക്കുലേഴ്സും ഇൻ്റർന്ന് ചോദിക്കാറില്ല അങ്ങനെ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സർക്കുലേഴ്സ് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ, എല്ലാ സർക്കുലറും വെച്ചിട്ടില്ല. ഓക്കെ, ഇനി നോക്കുകയെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചാപ്റ്ററിലോട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 1 ആണ്, ഇൻട്രൊഡക്ഷൻ ടു GST. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ആർക്കെങ്കിലും ഈ ബുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. സ്റ്റഡി ക്യാബ് ബുക്സിൻ്റെ നമ്പറാണ്. അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ നമ്പർ ഇതാണ് 8547128015. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഉണ്ടാവും പർച്ചേസ് ചെയ്യാനുള്ള. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യണേ, ഫോൺ ചെയ്താൽ അവൈലബിൾ ആവില്ല. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് അവൈലബിൾ കിട്ടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 225 റുപ്പീസാണ്. ഇതിലും കുറഞ്ഞ ബുക്ക് വേറെ എവിടെയും കിട്ടാൻ. ഇതിൽ കുറഞ്ഞതെന്ന് പറയാൻ ഞാൻ മാർജിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കുറഞ്ഞത്. ഏകദേശം ഇതിൻ്റെ പ്രിൻറ്റിംഗ് കോസ്റ്റ് അത്യാവശ്യം വരുന്നുണ്ട്. 150+ പേജസ് ഉണ്ട്. പ്രിൻറ്റിംഗ് കോസ്റ്റും അതിൻ്റെ വരുമ്പോൾ അത്യാവശ്യം നല്ല വരുന്നുണ്ട്. പിന്നെ ഡെലിവറി അടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡെലിവറി അടക്കം ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്നും മാർജിനൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതിനെന്താ വെറുതെ കൊടുക്കുന്നതെന്ന് ചോദിക്കും. കുട്ടികൾ പഠിക്കട്ടെ. ഓക്കെ, അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ഫൈൻ ബുക്ക്. പക്ക സമ്മറി, ഏറ്റവും പെട്ടെന്ന് റിവൈസ് ചെയ്യണം. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോവാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ചാപ്റ്റർ നമ്പർ 1, ഇൻട്രൊഡക്ഷൻ ടു GST. ഓക്കെ, സോ ഈ ചാപ്റ്ററിന് നമ്മൾ CMA ബേസ്ഡ് ആണല്ലോ കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൽ 40 മാർക്സിന് ചോദ്യം സ്ഥിരം ചോദിക്കാറുണ്ട്. 14 മാർക്കിന് കഴിഞ്ഞ എല്ലാ അറ്റംപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും 14 മാർക്കിന് ഒരു തിയറി ക്വസ്റ്റ്യൻ ചാപ്റ്റർ നമ്പർ 1 എന്നാണ് ചോദിക്കാറ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറയും ഏതൊക്കെക്കാരും ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഓരോ ഈച്ച് ലൈൻ ബൈ ലൈൻ വായിച്ച് പോകാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് മീൻസ് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് എക്സെപ്റ്റ് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഈ ആർട്ടിക്കിൾ നമ്പർ ഓർത്ത് വെച്ചോ, MCQന് ചോദിക്കും. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മിനിറ്റ്. ഓക്കെ, ഗുഡ്സിൻ്റെ മുകളിലും ഉണ്ട് എല്ലാ ഗുഡ്സിൻ്റെ മുകളിലും എല്ലാ സർവീസിൻ്റെ മുകളിലും എന്തുണ്ട്? GST ഉണ്ട്, ടാക്സ്. എന്ന് വെച്ചാൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിനും സർവീസിനും മുകളിൽ വരുന്ന ഇതാണ് ടാക്സ് ആണ് GST. പക്ഷേ ഏതിനില്ല? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്തില്ല? GST ഇല്ല, അതിനെ മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഇത് പറയുന്ന ആർട്ടിക്കിൾ 366(12)(a) പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾ നമ്പർ ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് MCQന്. ഇനി ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. മാർക്ക് ചെയ്ത് വെച്ചു. ഇപ്രാവശ്യം ഷുവർ ഷോർട്ടാണ്. ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കമ്മിങ് എക്സാം. അതായത് ജൂൺ 2025 എക്സാമിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിൽ പറയാനുള്ളത് നോക്കാം. ഓക്കെ, ഒന്ന് ഇൻകം ബേസ്ഡ് ടാക്സ് ആണ്, മറ്റേ സപ്ലൈ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇൻകം എത്രയാണോ ആ ഇൻകം ബേസ്ഡാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. ഇൻകം നല്ലോണം ഉണ്ടെങ്കിൽ നല്ലോണം ടാക്സ് കൊടുക്കേണ്ടി വരും. ഇൻകം കുറവാണെങ്കിൽ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി.
മറ്റേത് സപ്ലൈ ബേസ്ഡ്, അതായത് ആരാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ, അതായത് സാധനം വിൽക്കുമ്പോൾ മാത്രമാണ് അവിടെ ടാക്സ് വരിക. നമ്മളത് യൂസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് അതിന് മുകളിൽ ടാക്സ് വരിക, അല്ലെങ്കിൽ അതിന് മുകളിൽ ടാക്സ് വരില്ല. സോ ഒന്ന് ഇൻകം ബേസ്ഡ് ആണ്, മറ്റേത് സപ്ലൈ ബേസ്ഡ് ആണ്. ഒന്ന് അടുത്തത് ഡയറക്റ്റ് ടാക്സിന്റെ പേയറും സഫററും ഒന്നാണ്. അത് പേ ചെയ്യുന്ന ആൾ തന്നെയാണ് അത് സഫർ ചെയ്യുന്നത് ആ ടാക്സ്. അതായത് എനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഞാൻ പേ ചെയ്യുന്നു, ഞാൻ തന്നെയാണ് സഫർ ചെയ്യുന്നത്, ശരിയല്ലേ? പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൽ അങ്ങനെയല്ല. സഫർ ചെയ്യുന്നത് ഞാനായിരിക്കും, പക്ഷെ പേ ചെയ്യുന്നത് വേറെ ആളായിരിക്കും. അതെങ്ങനെ സഫർ ചെയ്യുന്ന ആൾ പേ ചെയ്യണം? നിങ്ങളൊരു ചെരുപ്പ് വാങ്ങാൻ പോയി, ചെരുപ്പ് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ 400 രൂപയുടെ ചെരുപ്പ് പ്ലസ് ജി എസ് ടി, നിങ്ങൾ എന്താ കൊടുക്കുക? 400 രൂപ മാത്രമാണോ കൊടുക്കുക? അല്ല, 400 രൂപയും ജി എസ് ടിയും ആർക്ക് കൊടുക്കും? കടക്കാരന് കൊടുക്കും. നിങ്ങളാണോ ഗവൺമെന്റിക്ക് ഡയറക്റ്റ്ലി പേ ചെയ്തേ? അല്ല. ആരാ ഗവൺമെന്റിക്ക് പേ ചെയ്തേ? അയാൾ സപ്ലയറാ പേ ചെയ്തത്. അപ്പൊ സഫർ ചെയ്തത് ഞാനാ, പക്ഷെ പേ ചെയ്യുന്ന ആരാ? ആ സപ്ലയറാ. മനസ്സിലായോ? ഇൻകം ടാക്സ് എങ്ങനെയാ? ഞാൻ തന്നെ പേ ചെയ്യുന്നത്. എൻ്റെ ഇൻകത്ര ഞാൻ തന്നെ കൂട്ടിയിട്ട് ഞാൻ തന്നെയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ സഫററും പേയറും ഞാൻ തന്നെ ഗവൺമെന്റിക്ക് ചലാനെടുത്ത് അടക്കുന്നത്. അപ്പം രണ്ടാളും ഡയറക്റ്റ് ടാക്സിൽ ഒന്ന് തന്നെയാണ്, പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൽ ഡിഫറൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ശരിയല്ലേ? ഡയറക്റ്റ് ടാക്സിൽ ഈ പറഞ്ഞ പേഴ്സൻ്റെ ഇൻകം അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും റേറ്റ് ഓഫ് ടാക്സ്. എന്നുവെച്ചാൽ റിച്ചും പൂറും എന്നുള്ള വ്യത്യാസം ഉണ്ടാവും. അതായത് നല്ല പൈസ ഉള്ളവന് നല്ല ടാക്സ് അടക്കേണ്ടി വരും, ഇൻകം ടാക്സ്. കുറച്ച് പൈസ ഉള്ളവന് കുറച്ച് ടാക്സ് അടച്ചാൽ മതി. കുറച്ച് പൈസ മീൻസ് ഇൻകം. റേറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആർ നോട്ട് ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ആ ഇൻഡയറക്റ്റ് ടാക്സിൽ ആ ഡിഫറൻസ് ഇല്ല, എല്ലാം സെയിം ആണ്. ശരിയല്ലേ? ഇൻഡയറക്റ്റ് ടാക്സിൽ റേറ്റ് അനുസരിച്ച് ഉള്ള ഡിഫറൻസ് ഇല്ല. ഞാനൊരു എ സി വാങ്ങിയാലും വേറെ ആൾ എ സി വാങ്ങിയാലും അതിന് സെയിം പെർസെൻറ്റേജ് റേറ്റ് ഓഫ് ടാക്സ് ആണ് കൊടുക്കേണ്ടത്, അല്ലേ? അപ്പം യൂസേജ് അനുസരിച്ചാണ് അവിടെ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസം ഇല്ല. ഇനി ഇൻകം ടാക്സ് ഡയറക്റ്റ്ലി റവന്യൂ ആർക്കാ പോകുന്നത്? സെൻട്രൽ ഗവൺമെന്റിനാണ് പോകുന്നത്. നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയല്ല, പകുതി സെൻട്രൽ ഗവൺമെന്റ്, പകുതി സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് പോകുന്നത്. ഇനി ഡയറക്റ്റ് ടാക്സിന് പ്രീവിയസ് ഇയർ ഇൻകം അസസ്ഡ് ഇൻ അസസ്മെന്റ് ഇയർ. ശരിയല്ലേ? പ്രീവിയസ് ഇയർ എടുത്തത് അസസ് ചെയ്യുന്ന അസസ്മെന്റ് ഇയറിൽ 2017, 2023, പ്രീവിയസ് ഇയർ ആണെങ്കിൽ അതിന്റെ ഇൻകത്തിന്റെ ടാക്സ് 2023-24 ഇൻകത്തിന്റെ ടാക്സ് അടക്കുന്ന എപ്പോഴാണ്? 2024-25. അതായത് അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ എന്നുള്ള കൺസെപ്റ്റ് ഡയറക്റ്റ് ടാക്സിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സിനില്ല. അപ്പം തന്നെ അടച്ചു പോകുന്ന പരിപാടിയാണ് ഇൻഡയറക്റ്റ് ടാക്സിന്. സോ ദർ ഈസ് നോ കൺസെപ്റ്റ് ഓഫ് പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെന്റ് ഇയർ. ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് CBDT ആണ്, മറ്റേത് കൺട്രോൾ ചെയ്യുന്നത് CBIC ആണ്. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് നമ്മുടെ ഡയറക്റ്റ് ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ്. ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് CBIC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് പ്രോഗ്രസീവ് നേച്ചറും, ഒന്ന് പ്രോഗ്രസീവ് നേച്ചറാണ്, അടുത്തത് റിഗ്രസീവ് നേച്ചറാണ്. പ്രോഗ്രസീവ് നേച്ചർ എന്ന് പറയുമ്പോൾ ഓക്കെ, പ്രോഗ്രസീവ് നേച്ചറും ഒന്ന് റിഗ്രസീവ് നേച്ചറാണ്. അതായത് മോർ ഇൻകം ഉള്ളവർ മോർ ടാക്സ് അടക്കേണ്ടി വരും ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അതായത് റിച്ച് ആൻഡ് പുവർ വ്യത്യാസമുണ്ട് ഡയറക്റ്റ് ടാക്സിൽ. പക്ഷേ റിഗ്രസീവ് നേച്ചറാണ് ഇൻഡയറക്റ്റ് ടാക്സ്. റിച്ച് ആൻഡ് പുവർ ഡിഫറൻസ് ഇല്ല, എല്ലാവരും സെയിം റേറ്റ് ഓഫ് ടാക്സ് ആണ് അടക്കേണ്ടത്. അതാണ് പ്രോഗ്രസീവും റിഗ്രസീവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് വിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് അറ്റംപ്റ്റിന്, അതായത് ജൂൺ 2025 അറ്റംപ്റ്റിന് ഡെഫിനറ്റ്ലി ഈ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതിങ്ങനെ പോരാ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കുകയാണെങ്കിൽ നല്ലത്. ഞാനിത് സമ്മറൈസ് ചെയ്തിട്ടുള്ള വേർഡിങ്സ് ആണത്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഓർ എൽസ് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ദിസ് ഇനഫ്. അതാണ് ഒരു ചോദ്യം അടുത്ത് വരാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ജസ്റ്റ് നോക്കിയാൽ മതി. ഇൻഡയറക്റ്റ് ടാക്സിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താ? കുറേയൊക്കെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് അഗൈൻ വരും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഗവൺമെന്റ്, അല്ലേ? ഗവൺമെന്റിന്റെ വലിയ റവന്യൂ ആണ്. സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റിംഗ് ഓഫ് ബേർഡൻ, അതായത് ഫൈനൽ ബേർഡൻ ആർക്കാ പോകുന്നത്? സപ്ലൈസിനില്ല, ഫൈനൽ ബേർഡൻ കസ്റ്റമർ ആരാണോ, അപ്പോൾ ആ ബേർഡൻ ഷിഫ്റ്റ് ചെയ്ത് എവിടെ പോകും? നേരെ കസ്റ്റമർ എടുത്ത് പോകും എന്നാണ് പറയുന്നത്. അതായത് എടോ GSTയുടെ ലയബിലിറ്റി ആർക്കാ? കസ്റ്റമറിന്. ഇടയിൽ വരുന്ന ആൾക്ക് വരില്ല. അപ്പോൾ ആ ബേർഡൻ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നു. അതിനാണ് ശരിക്കും ഈ പറഞ്ഞ സാധനങ്ങൾ കേട്ടിട്ടുണ്ടാവും, ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഈ ചെയിന് വരാനുള്ള റീസൺ തന്നെ. ആ ചെയിനിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതന്നായിരുന്നു, ഷിഫ്റ്റിംഗ് ഓഫ് ബേർഡൻ എന്നുള്ള ഇതിനാണ് ആ ITC ചെയിന് കൊണ്ടുവന്നത്. പിന്നെ റിഗ്രസീവ് നേച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് റിഗ്രസീവ് നേച്ചറാണ്. പെർസെപ്ഷൻ ഓഫ് ഡയറക്റ്റ് പിഞ്ച്, ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇൻകം ടാക്സ് പോലെ ഇതാക്കുന്നില്ല. ഓക്കെ, വെച്ചാൽ ഡയറക്റ്റ് പിഞ്ച് ഇല്ല. അങ്ങനെ നമ്മൾ എന്താ ഇൻഡയറക്റ്റ്ലി ആണ് ഇത്, ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മളല്ലല്ലോ അടക്കുന്നത്. നെക്സ്റ്റ് ഇൻഫ്ലേഷണറി, അതായത് വിലക്കയറ്റം. അതായത് ടാക്സ് വന്നു കഴിഞ്ഞാൽ GST കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 400 രൂപൻ്റെ ഒരു പ്രൊഡക്റ്റ് ആകും. പക്ഷേ GST കൂടി വന്നു കഴിഞ്ഞാൽ 400 പ്ലസ് GST ഹയർ പ്രൈസ് ആയിട്ട് തോന്നിക്കും. വൈഡർ ടാക്സ് ബേസ് ആണ് നമ്മളെ GST, വൈഡർ ആണ്. ടാക്സസ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സിനും സർവീസിനും മാത്രമാണ് ഉള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫീച്ചേഴ്സ്, സിമ്പിൾ സില്ലി ഫീച്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ജേർണി ഓഫ് GST ഇൻ ഇന്ത്യ. അതങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഫീച്ചേഴ്സ് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് കുറവാണ്. ഫീച്ചേഴ്സ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് മേ ബി ചോദിക്കാം. സോ കമ്മിങ് അറ്റംപ്റ്റിന് ഐ തിങ്ക് ഫീച്ചേഴ്സിനേക്കാളും ചാൻസ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ജേർണി ഓഫ് GST ഇൻ ഇന്ത്യ
ചോദിക്കാൻ ചാൻസേ ഇല്ല. പക്ഷെ അതിലൊരു പോയിന്റ്, 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് 2014 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ഇതാണ് എന്ന് എഫക്റ്റീവ് ആയതെന്നുള്ളത്, 1 ജൂലൈ 2017. പക്ഷേ ജമ്മു കാശ്മീരിൽ എഫക്റ്റീവ് ആവുന്നത് 8 ജൂലൈ 2017. ഇത് MCQന് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, രണ്ടും ഞാൻ ബോൾഡ് ചെയ്ത്. 2014 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ ബില്ല് പാസ്സാക്കിയ പാർലമെൻറ്റിൽ അമെൻമെൻറ്റ് പ്രസൻറ്റ് ചെയ്തത്. 2015 പാസ്സാക്കി. 6th മെയ്നാണ് പാസ്സാക്കിയത് ലോക്സഭയിൽ. രാജ്യസഭയിൽ 3rd ഓഗസ്റ്റിന് പാസ്സാക്കി. പ്രസിഡന്റ് 8th സെപ്റ്റംബറിന് അത് എന്ത് ചെയ്തു, ഒപ്പുവെച്ച്. അങ്ങനെ 2017 1 ജൂലൈക്ക് അത് എഫക്റ്റീവ് ആക്കി. ജമ്മു കാശ്മീരിൽ 8th ജൂലൈ 2017 എഫക്റ്റീവ് ആക്കി. ദാറ്റ്സ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് GSTയുടെ ഫീച്ചേഴ്സ്? GSTയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, എലിമിനേറ്റിംഗ് കാസ്കാഡിംഗ് എഫക്ട് ഓഫ് ടാക്സ്. മാർക്ക് ചെയ്തോ, കാസ്കാഡിംഗ് എഫക്ട് ഓഫ് ടാക്സ്. ടാക്സിൻ്റെ മുകളിൽ ടാക്സ് വരുന്ന ഏർപ്പാട് ഒഴിവാക്കി. അതിനാണ് ITC കൊണ്ടുവന്നത്. അതായത് സപ്ലയർ ഇടയിൽ എവിടെയെങ്കിലും ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ക്ലെയിം ദി ക്രെഡിറ്റ് ഓഫ് ദാറ്റ് ടാക്സ്, ദാറ്റ് ഈസ് ITC. അപ്പോൾ ഫൈനൽ കൺസ്യൂമറിൻ്റെ അടുത്തേക്കാണ് ബേർഡൻ പോവുക. അപ്പോൾ കാസ്കാഡിംഗ് എഫക്റ്റ് ഇല്ല. അതായത് ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ഇല്ല. കാരണം ഓൾറെഡി ടാക്സ് സപ്ലയർ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് കാൽക്കുലേഷൻ വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ 100 രൂപയുടെ സാധനം ആണ് ഞാൻ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഓക്കെ, 10% ടാക്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തത് 10 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പൈസ ഞാൻ അയാൾക്ക് കൊടുത്തത് 110 രൂപയാണ്. എൻ്റെ കോസ്റ്റ് ഇതിൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 100 എൻ്റെ കോസ്റ്റ്. 10 എൻ്റെ കോസ്റ്റ് അല്ല. 10 കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യു ക്യാൻ ക്ലെയിം ദിറ്റ് ആസ് ITC. എനിക്കത് ITC ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പം ഞാൻ വില ഇടുമ്പോൾ 110 പ്ലസ് എൻ്റെ മാർജിനാണോ ഇടുക, 100 പ്ലസ് എൻ്റെ മാർജിനാണോ ഇടുക, 100 പ്ലസ് എൻ്റെ മാർജിനാണ്. അപ്പം 100 പ്ലസ് എൻ്റെ മാർജിനായ 20 റുപ്പീസ് കൂട്ടി ഞാൻ എൻ്റെ കസ്റ്റമറിന് വിൽക്കുന്നത് 120 രൂപക്കായിരിക്കും. ഈ 120 പ്ലസ് GST ആയിരിക്കും ഞാൻ എൻ്റെ കസ്റ്റമർ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അതായത് 10% വീണ്ടും കളക്ട് ചെയ്യുമ്പോൾ 12 രൂപ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യും. മൊത്തം 132 രൂപ ആയിരിക്കും ഫൈനലി കസ്റ്റമർ എനിക്ക് തരിക. ഇതിൽ 12 രൂപ ഞാൻ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിക്ക് അടക്കണം. ഗവൺമെൻറ്റിക്ക് അടക്കാൻ വേണ്ടി പോകുമ്പോൾ ഓൾറെഡി കൊടുത്ത 10 ഇവിടെ ഉണ്ടല്ലോ, ഇത് മൈനസ് ചെയ്ത് ബാക്കി 2 മാത്രം ഗവൺമെൻറ്റിക്ക് അടച്ചാൽ മതി. സോ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ ഇത് എത്ര രൂപക്കാണ് വാങ്ങിയത്? 120 രൂപക്കാണ് വാങ്ങിയത്. 120 രൂപക്ക് വാങ്ങിയ കസ്റ്റമർ എത്ര ശരിക്കും ടാക്സ് കൊടുത്തേ? 12 രൂപ. ഈ 12 രൂപ ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ എത്തിയോ? എത്തി. 10 രൂപ ഈ ഒരു വഴിയും 2 രൂപ ഈ ഒരു വഴിയുമായി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 12 രൂപ എത്തി. ഇതിൽ ഇയാൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. ഇയാൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. ആർക്കും GSTനെ കൊണ്ട് നഷ്ടം വന്നിട്ടില്ല. GSTയുടെ ബർഡൻ ആർക്ക് മാത്രമേ പോയിട്ടുള്ളൂ? ഈ കസ്റ്റമർ, 12 രൂപ കൊടുത്ത കസ്റ്റമർ മാത്രമേ പോയിട്ടുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഓക്കെ, ആ ഒരു ബേർഡൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാക്സിൻ്റെ മുകളിൽ ടാക്സും ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, ഫൈൻ. ഇതൊരു ചെറിയ സിനാരിയോ ആണ്. ഈ ഒരു സാധനം കത്തിക്കഴിഞ്ഞാൽ എൻ്റയർ GST ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ഇത് മനസ്സിലാവാത്തൊരു അഗെയിൻ ഒന്ന് ബാക്ക് പോവുക. ഞാനിപ്പോൾ പറഞ്ഞ അഗെയിൻ ഒരു റൂട്ട് കോഡ് ഒന്നുകൂടി നോക്കുക, മനസ്സിലാവും. എന്നിട്ട് മനസ്സിലാകില്ലേ യു ക്യാൻ കോൺടാക്ട് മീ. വിശദമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ സംഭവം. നമ്മളിപ്പോൾ റിവിഷൻ മോഡൽ ആയതുകൊണ്ട് ഇത് അഗെയിൻ പറഞ്ഞിരിക്കാൻ നേരമില്ല. ഓക്കെ, അടുത്തത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് എവിടെയാണോ ഇത് ഉപയോഗിക്കുന്നത് അവിടെയാണ് അതിൻ്റെ ടാക്സ് വരിക. ടാക്സ് പേ ചെയ്യേണ്ട അയാളാണ്. ഓഫേഴ്സ് കോംപ്രിഹെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഒരു ചെയിൻ തന്നെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ആ ചെയിൻ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ചെയിൻ ഇവിടെ ഉണ്ട്. ബേർഡൻ ബോൺ ബൈ ഫൈനൽ കൺസ്യൂമർ. ആരാണോ ഫൈനൽ ഉപയോക്താവ് അയാളുടെ അടുത്താണ് ടാക്സിൻ്റെ ബേർഡൻ. ബ്രിങ്സ് യൂണിഫോം ടാക്സ് സ്ട്രക്ചർ ഓൾ ഓവർ ഇന്ത്യ. എല്ലായിടത്തും ഒരേ GST, എല്ലായിടത്തും ഒന്നും തന്നെയല്ലേ, അല്ലേ? യൂണിഫോം ടാക്സ് ആണ് വരുന്നത്. ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പണ്ട് ഗുഡ്സിന് വാറ്റും സർവീസിന് സർവീസ് ടാക്സും ആയിരുന്നു. അത് മാറി, രണ്ടും കൂടി ഒന്നാക്കിയിട്ട് GST ആക്കി. അപ്പോൾ ഗുഡ്സ് എന്നോ സർവീസ് എന്നോ വേർതിരിവില്ല. വാല്യൂ ആഡഡ് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ. അതൊരു വാല്യൂ ആഡഡ് ടാക്സ് ആണ്. അതായത് എത്രയാണോ വാല്യൂ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ടാക്സ് ഇങ്ങനെ കൂടി വരിക. അത് മനസ്സിലായില്ലല്ലേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുമ്പോൾ 100 രൂപയുടെ സാധനമാണ് ഞാൻ വാങ്ങിയത് എൻ്റെ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന്. 10 രൂപയാണ് ഞാൻ ടാക്സ് കൊടുത്തത്, ശരിയല്ലേ? 110 രൂപ. ഫൈൻ. ഇവിടെ എത്ര ടാക്സ് വന്നേ? 10 രൂപ. ശരി, ഞാൻ കസ്റ്റമർക്ക് വിൽക്കുന്നത് 100 രൂപയുടെ സാധനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ 20 രൂപ മാർജിൻ ഇട്ട്. എത്ര? 20 രൂപ മാർജിൻ ഇട്ട്. ഇപ്പം എത്രയാണ് ഞാൻ വിൽക്കുന്നത്? 120 വിൽക്കുന്നത്. ഇനി 10% ടാക്സ് വരുമ്പോൾ 12 രൂപ. 132 രൂപക്കാണ് കസ്റ്റമറിൽ നിന്ന് ഞാൻ വാങ്ങുന്നത്, ശരിയല്ലേ? ഓക്കെ, ഇതുവരെ എൻ്റെ ടാക്സ് എത്രയായിരുന്നു? 10 രൂപയായിരുന്നു. ഇപ്പം എൻ്റെ ടാക്സ് എത്രയാ? 12 രൂപ. ഓക്കെ, ഈ 12 രൂപ ഞാൻ ഗവൺമെൻറ്റിക്ക് അടക്കും. അതിൽ 10 ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 മാത്രം ഞാൻ അടച്ചാൽ മതി.
10 ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. 2 മാത്രം ക്യാഷ് ആയിട്ട് ഞാൻ അടച്ചാൽ മതി. ഈ 2 എവിടുന്ന് വന്നു? ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ 100 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. നോക്കട്ടെ, 100 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നത്. ഞാൻ മാർജിൻ ഇടുന്നില്ല. എന്നെ പോലത്തെ ഒരാളാണ്, മാർജിൻ ഇടാത്ത ഒരാളാണ്. ഓക്കെ, 100 രൂപയ്ക്ക് സാധനം വാങ്ങി 100 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നത്. 100 രൂപ. ഓക്കെ, കസ്റ്റമർ എങ്ങനെയാണ് എത്ര ടാക്സ് വാങ്ങുക? 10 രൂപ. പിന്നെ മാർജിൻ ഒന്നും ഇട്ടിട്ടില്ല, മാർജിൻ 0 ആക്കിയിടാം, മാർജിൻ 0. ഓക്കെ, അപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. 10 രൂപ കസ്റ്റമറിൽ നിന്ന് ടാക്സ് വാങ്ങും, 110. ശരിയല്ലേ? ഈ 10 രൂപ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടക്കാൻ പോകുമ്പോൾ ഓൾറെഡി ഞാൻ 10 അവിടെ അടച്ചിട്ടുണ്ട്. സോ 10ഉം 10ഉം നെഗറ്റീവായി 0 ആവും. ശരിയല്ലേ? ഇവിടെ ഗവൺമെൻറ്റിന് അഡീഷണലി എന്തെങ്കിലും കിട്ടിയോ? വെച്ചാൽ 10 രൂപയല്ലേ ഇവിടെ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നേരത്തെ പറഞ്ഞ കേസിൽ 12 രൂപ ടാക്സ് ആയിട്ട് കിട്ടിയില്ലേ? ആ 12ക്ക് എന്തുകൊണ്ടാണ് എത്താൻ കാരണം? 20 മാർജിൻ ഞാൻ കൂട്ടിയോണ്ടല്ലായിരുന്നു. 20 മാർജിൻ ഞാൻ കൂട്ടിയിട്ടില്ലെങ്കിൽ ആ 12 എത്തൂലായിരുന്നല്ല. ദാറ്റ് മീൻസ് വാല്യൂ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് വിൽ ബി ഇൻക്രീസ്. വാല്യൂ ആഡഡ് ടാക്സ് ആണ്. അതാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ദാറ്റ് വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് കൂടി വരും. അതിനാണ് നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്നത് VOS, വാല്യൂ ഓഫ് സപ്ലൈ. തോന്നിയ പോലെ വാല്യൂ ഇടാൻ പറ്റൂല. വാല്യൂ ഓഫ് സപ്ലൈയിൽ സെക്ഷൻ 15 പറയുന്നതിനനുസരിച്ച് വാല്യൂ ഇടാൻ പറ്റുള്ളൂ. കാരണം എന്താ? എടാ, ഈ വില മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടാക്സ് കുറയും. വാല്യൂ ഓഫ് സപ്ലൈ വാല്യൂ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ വാല്യൂ മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് സെക്ഷൻ 15 പറയുന്നത് നിർബന്ധമായിട്ടും താഴെ പറയുന്ന ഐറ്റംസ് ആഡ് ചെയ്തേ പറ്റൂ വാല്യൂവിൽ എന്ന് പറയുന്നത്. ദാറ്റ്സ് ദി ലോജിക് ബിഹൈൻഡ് ദാറ്റ്. ഇത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഓൾ GST ഈസ് കണക്റ്റഡ് വിത്ത് ദിസ്. ഞാൻ നേരത്തെ ഒരു ചാർട്ട് കാണിച്ചില്ലേ? ഈ സാധനത്തിലാണ് എൻ്റെ GST. ITC ഇതിലുണ്ട്, വാല്യൂ ഓഫ് സപ്ലൈ ഇതിലുണ്ട്, ടൈം ഓഫ് സപ്ലൈ ഇതിലുണ്ട്. എല്ലാ സാധനവും ഈ ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഓർത്ത് വെക്കുക. ഞാൻ കൺസെപ്ച്വലി അറിയാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം പറഞ്ഞത്, വാല്യൂവേറ്റഡ് ടാക്സ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫീച്ചേഴ്സ് ഓഫ് GST. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് GST വന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ? ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോ, ജൂൺ 2025 അടുത്ത ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ബെനിഫിറ്റ്സ് ഓഫ് GST. ഓക്കെ, ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്തത് ഇതായിരുന്നു, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, ജൂൺ 2025. ഓക്കെ, അടുത്ത് ഞാൻ മാർക്ക് ചെയ്തത് ജൂൺ 2025 ബെനിഫിറ്റ്സ് ഓഫ് GST ആണ്. ഓക്കെ, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ എന്താ ബെനിഫിറ്റ്, ഗവൺമെൻറ്റിന് എന്താ ബെനിഫിറ്റ്, കൺസ്യൂമറിന് എന്താ ബെനിഫിറ്റ്? ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ പറയുന്നത് ഈസി കംപ്ലൈൻസ് ആയി, വാറ്റ് പോലെയല്ല, ഓൺലൈനാക്കി. സോ കുറച്ച് സിമ്പിളാണ്, കുറച്ച് എളുപ്പമാണ് എന്ന് പറയും. യൂണിഫോമിറ്റി ഓഫ് ടാക്സ് റേറ്റ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ യൂണിഫോം ആക്കി. സോ അതുകൊണ്ടും ബെറ്ററാണ്. കാസ്കാഡിങ് എഫക്റ്റ് പോയി. ഇംപ്രൂവ്ഡ് കോമ്പറ്റീറ്റീവ്നെസ്, ഭയങ്കര ഇത് കൂടി എന്നൊക്കെ പറയുന്നത്. ദെൻ മാനുഫാക്ചേഴ്സിനും എക്സ്പോർട്ടേഴ്സിനൊക്കെ ഗെയിനാണ്, നല്ല എക്സൈസ് ഡ്യൂട്ടി ഒക്കെ പോയല്ലോ. പിന്നെ അതേപോലെ എക്സ്പോർട്ടേഴ്സിന് ടാക്സ് ഇല്ല എന്നുള്ള സ്കീം, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ആണ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെ തന്നെ കാണാപ്പാടം പഠിച്ചു വെച്ചോ, ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഈസി കംപ്ലൈൻസ്, 2 വര കുത്തിടുക, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നല്ല അടിപൊളിയാണ്, അങ്ങനെ അടിപൊളിയാണ്. യൂണിഫോം സ്ട്രക്ചർ ഓഫ് ടാക്സ് റേറ്റ്, 2 കുത്തിടുക, ടാക്സ് റേറ്റ്സ് യൂണിഫോം ആയി. ഇപ്പം എല്ലാം ഓൺ ടാക്സ്, ഓൺ നാഷൻ, ഓൺ ടാക്സ് എന്നുള്ള സ്കീമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ കുത്തിട്ടിട്ട് 2 പോയിന്റ് എഴുതി വെക്കുക, അല്ലെങ്കിൽ 7 മാർക്ക് കിട്ടൂല. ഇനി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ്, ഈസി ടു അഡ്മിനിസ്റ്റർ. പഴയ പോലെ വാറ്റ് പോലെ അത്ര പാടില്ല, അഡ്മിനിസ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബെറ്റർ കൺട്രോൾസ് ഓൺ ലീക്കേജ്, അങ്ങനെ ഈ ടാക്സ് ലീക്കേജ് ഒന്നുമില്ല. അപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഹൈ റവന്യൂ എഫിഷ്യൻസി, റവന്യൂ ഒക്കെ കൂടാൻ തുടങ്ങി. ബൂസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ഒരു ബൂസ്റ്റ് സംഭവമായിരുന്നത്. കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ടാക്സ് പ്രൊപ്പോർഷനേറ്റ് ടു ദി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സിംഗിൾ ടാക്സ് ആയി, പണ്ട് പോലെ സർവീസിന് ഇത് വാറ്റ്, മറ്റേ ഗുഡ്സിന് വാറ്റ് എന്നുള്ള സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ ആ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ടാക്സ് മാത്രം ഞാൻ ഇവിടെ അടച്ചാൽ മതി. അതായത് ഇത്രയാണ് അതിൻ്റെ വാല്യൂ, അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വിടുക, അത്രേ ഉള്ളൂ. റിലീഫ് ഇൻ ഓവറോൾ ടാക്സ് ബേർഡൻ, അതായത് ഓവറോൾ ടാക്സ് ബേർഡൻ കുറേ എന്ന് വെച്ചാൽ പണ്ട് ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടായിരുന്നു. അവിടെയും ഇവിടെയൊക്കെ തൊട്ടാലൊക്കെ ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്യുന്നു. ഇപ്പോൾ ഒറ്റ ടാക്സ് GST, അപ്പോൾ അതിൽ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു റിലീഫ് ഉണ്ട്. ഓവറോൾ ടാക്സ് ബേർഡൻ നോക്കുമ്പോൾ പണ്ടത്തേനേക്കാളും ടാക്സ് ബേർഡൻ കുറഞ്ഞിക്കണ് എന്നാണ് പറയുന്നത്. തോന്നുന്നില്ല, പക്ഷെ കുറേ റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം പൃഥ്വിരാജനൊക്കെ പോലെ ആവും. എമ്പുരാനേ. ഓക്കെ, taxes to be subsumed in GST. ഏതൊക്കെ ടാക്സസ് ആണ് GST വന്നതോട് കൂടിയിട്ട് സബ്സ്യൂം ചെയ്യപ്പെട്ടത്?
അതായത് ഒക്കെ പോയി, അബോളിഷ് ചെയ്ത് പോയി. അതായത് സബ്സ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോയി, അങ്ങനെ പറയാം. അതൊക്കെ GST വന്നു, ബാക്കിയുള്ളതൊക്കെ പോയി. ഇപ്പോൾ ആ ടാക്സസ് ഒന്നുമില്ല. ഏതൊക്കെയാണത്? സെൻട്രൽ ലെവീസ് ഏതൊക്കെ പോയി? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പോയി, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ആൻഡ് ഗുഡ്സ് ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് പോയി, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് പോയി, എക്സൈസ് ഡ്യൂട്ടി അണ്ടർ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് പോയി, CVD ആൻഡ് സ്പെഷ്യൽ CVD പോയി, സർവീസ് ടാക്സ് പോയി, സെൻട്രൽ സെയിൽസ് ടാക്സ് പോയി, സെൻട്രൽ സർചാർജ് ആൻഡ് സെസസ് ഇൻ സോഫാർ പോയി. ഈ പോയത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനേക്കാളൊന്ന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് സബ്സ്യൂംഡ്. അതായത് GST വന്നിട്ടും പോവാത്ത ചില ഇൻഡയറക്ട് ടാക്സസ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന്, കസ്റ്റംസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓൺ 5 പെട്രോളിയം പ്രൊഡക്ട്സ്. അറിയാലോ 5 പെട്രോളിയം പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? പിന്നെ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്. ഇതിന്റെ മുകളിൽ സെൻട്രൽ ഡ്യൂട്ടീസ് ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ ഉണ്ട്. സബ്സ്യൂം ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ ചോദിച്ചൂടെ? സെൻട്രൽ ഡെവീസ് സബ്സ്യൂം ചെയ്യപ്പെടാത്തത് ഏതൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചാൽ മതി. അതേപോലെ സ്റ്റേറ്റ് ലെവീസ് ഉണ്ട്. സ്റ്റേറ്റ് വാല്യൂ സബ്സ്യൂം ചെയ്യപ്പെട്ടത് ഏതൊക്കെയാണ്? വാല്യൂഡ് ടാക്സ്, സെയിൽസ് ടാക്സ്, ലക്ഷറി ടാക്സ്, അഡ്വർടൈസ്മെന്റ് ടാക്സ്, എൻട്രി ടാക്സ്, പർച്ചേസ് ടാക്സ്, ടാക്സ് ഓൺ ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, എന്റർടൈൻമെന്റ് ടാക്സ് ആൻഡ് സ്റ്റേറ്റ് സർചാർജസ് ആൻഡ് സെസ് ഇൻ സോഫാർ റിലേറ്റഡ് ടു സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. 3 ഐറ്റംസ് സബ്സ്യൂം ചെയ്യപ്പെട്ടു. സബ്സ്യൂം ചെയ്യപ്പെടാത്തത് ഏതൊക്കെയാണ്? സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ഓൺ ആൽക്കഹോളി ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ആൻഡ് ഒപ്പിയം, ഇന്ത്യൻ ഹെമ്പ് ആൻഡ് അതർ നർക്കോട്ടിക് ഡ്രഗ്സ്, sales tax on 5 petroleum products and alcoholic liquor for human consumption, profession tax, electricity duty, സ്റ്റാമ്പ് ഡ്യൂട്ടി, ടോൾ ടാക്സ്, റോഡ് ആൻഡ് പാസഞ്ചർ ടാക്സ്. 3 ഐറ്റംസ് സെയിൽ സബ്സ്യൂം ചെയ്യപ്പെട്ടിട്ടില്ല. GST ഉണ്ട്, പക്ഷേ ഇതും ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ ഫൈൻ. അടുത്തത് GST കോമൺ പോർട്ടൽ. കോമൺ പോർട്ടൽ ഈസ് www.gst.gov.in എന്നാണ് കോമൺ പോർട്ടലിൻ്റെ നമ്മുടെ വെബ്സൈറ്റ്. MCQ ചോദിക്കാം. ഇത് മാനേജ് ചെയ്യുന്നത് MCQ ചോദിക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് MCQ ചോദിക്കാം. GSTN ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. GST ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇന്റർ സ്റ്റേറ്റ് ട്രാവലറുടെ റോബസ്റ്റ് സെറ്റിൽമെന്റ് മെക്കാനിസം ആൻഡ് ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആസ് എ റിസൾട്ട് ഹാസ് ബീൻ സെറ്റപ്പ്. അതായത് GST നെറ്റ്വർക്ക് എന്നുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഇന്റർ സ്റ്റേറ്റ് ട്രേഡൊക്കെ നടക്കുമ്പോൾ ഈ സ്റ്റേറ്റ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നതൊക്കെ ഭയങ്കര വലിയ പണിയാണെന്നാണ് അവർ പറയുന്നത്. അതിനൊക്കെ വലിയ സെറ്റിൽമെന്റ് മെക്കാനിസം വേണം. കാരണം IGST അല്ലേ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ IGST കളക്ട് ചെയ്ത സ്റ്റേറ്റിനും സെൻട്രലിനും തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു മെക്കാനിസമാണ്, സൈനാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ GSTN നമ്മൾ ഇട്ടിട്ടുള്ളത്. Primarily, GSTN provides 3 front-end services to taxpayers, namely, എന്തൊക്കെ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? രജിസ്ട്രേഷൻ, പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് റിട്ടേൺസ് ത്രൂ GST കോമൺ പോർട്ടൽ. നമ്മളെ സൈറ്റിൽ കൂടെ ചെയ്യുന്ന മെയിൻ ഫ്രണ്ട് എൻഡ് സർവീസസ്. ഏറ്റവും മുന്നിലുള്ള ഏറ്റവും ചെയ്തു തരുന്ന 3 സർവീസസ് രജിസ്ട്രേഷൻ, പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് റിട്ടേൺസ് ആണ്. ഇനി GSTൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, രജിസ്ട്രേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്തിരുന്നത്, ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ഫയൽ ചെയ്ത് തരുന്നത്, സെറ്റിൽമെന്റ് ഓഫ് IGST ഞാൻ പറഞ്ഞില്ലേ, സെറ്റിൽ ചെയ്യണം സ്റ്റേറ്റിനും സെൻട്രലിനും, അതിൻ്റെ സെറ്റിൽമെന്റ് നടത്തുന്നത്, മാച്ചിങ് ഓഫ് ടാക്സ് പേയ്മെന്റ് ഡീറ്റെയിൽസ് വിത്ത് ബാങ്കിങ് നെറ്റ്വർക്ക്, ചലാനൊക്കെ എടുക്കുമ്പോഴുള്ള സപ്പോർട്ട്, MIS റിപ്പോർട്ട്സ് ടു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിപ്പോർട്ട്സ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ബേസ്ഡ് ഓൺ ടാക്സ് പേയർ. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് GST നെറ്റ്വർക്ക് എന്ത് ചെയ്യും? ഉണ്ടാക്കിയിട്ട് അത് ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഷെയർ ചെയ്ത് കൊടുക്കും. പ്രൊവൈഡിങ് അനാലിസിസ് ഓഫ് ടാക്സ് പേയേഴ്സ് പ്രൊഫൈൽ. ഇപ്പോൾ നമ്മളെ പ്രൊഫൈലൊക്കെ അനാലിസിസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ സ്റ്റേറ്റിനും സെൻട്രലിനും റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത് GST നെറ്റ്വർക്കാണ്. ഇതേപോലെ വേറൊരു സാധനമുണ്ട്, GST ഇലക്ട്രോണിക് പോർട്ടൽ ഫോർ ഫർണിഷിംഗ് ഇലക്ട്രോണിക് വേ ബിൽ. ഇ വേ ബില്ല് ഫർണിഷ് ചെയ്യുന്ന സൈറ്റാണ് www.eWaybill.gst.gov.in. അതേപോലെ ഇൻവോയ്സ് രജിസ്ട്രേഷൻ പോർട്ടലുണ്ട്. എന്തിനാണ്? നമ്മൾ ഈ ഇൻവോയ്സസിന് വേണ്ടിയിട്ടുള്ള പോർട്ടൽ IRP എന്നുള്ള പോർട്ടലും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫാണ് GST കോമൺ പോർട്ടലിൻ്റെ. ഏതൊരു തവണ ഒക്കെ ചോദിച്ചിട്ടുണ്ട് GST കോമൺ പോർട്ടലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദിക്കാതിരിക്കാം. നെക്സ്റ്റ് GST കൗൺസിൽ. നമ്മളെ GSTയിൽ ഒരു കൗൺസിൽ ഉണ്ട് അല്ലെ? ആ കൗൺസിലാണ് ഡിസൈഡ് ചെയ്യുന്ന മാറ്റേഴ്സ് ഒക്കെ. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ആരൊക്കെ കൗൺസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്ന്, ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, അതായിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മളെ സ്റ്റേറ്റ് ഇൻചാർജിലെ യൂണിയൻ മിനിസ്റ്റർ, റവന്യൂ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മളെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ നമ്മളെ ഫിനാൻസിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മിനിസ്റ്റേഴ്സ് ഇല്ലേ, അവരൊക്കെ ഇതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതിലെ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടാവും. പിന്നെ ഇതിലൊരു വൈസ് ചെയർപേഴ്സണും ഉണ്ടാവും. ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളെ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് വൈസ് ചെയർപേഴ്സണും ആക്കിയിട്ടുണ്ടാവും. എന്താണ് GST കൗൺസിൽ തരുന്ന റെക്കമെൻഡേഷൻസ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് June 2025 നെക്സ്റ്റ് ചാൻസ് ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ. മേ ബി, ഉറപ്പില്ല. ഇത് ലെസ് ചാൻസ് ആണ്, ലെസ് പ്രഡിക്ഷൻ ആണിത്. മറ്റേത് രണ്ടാണ് ഹൈ പ്രഡിക്ഷൻ. ഓക്കെ, ദ ടാക്സസ് ആൻഡ് സർചാർജ് ആൻഡ് ലെവിഡ് ബൈ യൂണിയൻ. ഇത്രയും പോയിന്റ്സ് ആണുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് വായിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ടാക്സസ്, സെസ്സസ് ആൻഡ് സർചാർജസ് ലെവിഡ് ബൈ യൂണിയൻ
സ്റ്റേറ്റ്സ് ആൻഡ് ലോക്കൽ ബോഡീസ് വിച്ച് മേ ബി സബ്സ്യൂഡ് ഇൻ ദി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഏതൊക്കെ ടാക്സസ് ആണ്, സെസ്സസ് ആണ്, സർചാർജ് ആണ് സബ്സ്യൂം ചെയ്യപ്പെടേണ്ടത്, അതൊക്കെ തീരുമാനിക്കുന്നത് ആരാ? GST കൗൺസിലാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് മേ ബി സബ്ജക്റ്റഡ് ടു ഓർ എക്സംപ്റ്റഡ് ഫ്രം ദി ഗുഡ്സ് ആൻഡ് സർവീസസ്. ഏതൊക്കെയാണ് ടാക്സ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് എക്സംപ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കൗൺസിലാണ്. മോഡൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലോസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലെവി, അപ്പോർഷൻമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലെവിഡ് ഓൺ സപ്ലൈസ് ഇൻ ദി കോഴ്സ് ഓഫ് ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 269A ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ ദി പ്ലേസ് ഓഫ് സപ്ലൈ. അതായത് നമ്മുടെ ഇന്റർസ്റ്റേറ്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സും ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ അപ്പോർഷൻമെന്റും, ടാക്സിന്റെ അപ്പോർഷൻമെന്റ് ഇല്ലേ, IGSTയുടെ അപ്പോർഷൻമെന്റ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ കൗൺസിലിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ്. അടുത്തത് ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ. ടേൺ ഓവറിന്റെ ത്രഷോൾഡ് ലിമിറ്റ് നോക്കുന്നത്, നമ്മൾ GST എടുക്കാനുള്ള ത്രഷോൾഡ് ലിമിറ്റ് ഇല്ലേ, അതൊക്കെ അത് എക്സംപ്റ്റ്, എത്രത്തോളം എക്സംപ്റ്റ് ചെയ്യണം, എത്രത്തോളം എക്സംപ്റ്റ് ചെയ്യണം. അപ്പോൾ 20-40 ലാക്ക് ലിമിറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആര് കൊണ്ടുവരുന്നതാ? GST കൗൺസിൽ. ദ റേറ്റ്സ് ഇൻക്ലൂഡിംഗ് ഫ്ലോർ റേറ്റ്സ് വിത്ത് ബോൺസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ GST റേറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരാ? GST റേറ്റ്സ് ഒക്കെ പറയുന്നത് GST കൗൺസിലാണ്. So any special rate or rate of a specified period to raise additional resource during any natural calamity or disaster. എന്തെങ്കിലും സ്പെഷ്യൽ റേറ്റോ സ്പെഷ്യൽ ടാക്സ് എന്തെങ്കിലും കൊണ്ടുവരണോ എന്നുള്ളതൊക്കെ നോക്കുന്നത് നാച്ചുറൽ കലാമിറ്റിയോ ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഇതിനൊരു എക്സാമ്പിളാണ്, ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു KFC എന്ന് പറഞ്ഞ കേരള ഫ്ലഡ് സെസ്. ആ പ്രളയം വന്ന സമയത്ത് GSTന്റെ കൂടെ കളക്ട് ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു KFC. അത് അഡീഷണലി കൊണ്ടുവന്നതായിരുന്നു കുറച്ച് പീരീഡ് കഴിഞ്ഞപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ്, സ്പെഷ്യൽ റേറ്റ് ആയിരുന്നത്. അതിനൊക്കെ കൗൺസിൽ തീരുമാനിച്ചാലേ അതൊക്കെ നടക്കുള്ളൂ. കൗൺസിൽ അന്ന് തീരുമാനിച്ചിരുന്നു KFC ചെയ്യാൻ. സ്പെഷ്യൽ പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്, ആസാം, ജമ്മു കാശ്മീർ, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാ? ഈ നമ്മുടെ കൗൺസിലാണ്. ഇനി അതർ മാറ്റർ റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. വേറെ എന്തെങ്കിലും മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അതും നമ്മുടെ ഇവർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിന്റെ വോട്ടിങ്ങിന്റെ കാര്യം പറയുന്നത്, ഇത് MCQന് നോക്കി വെച്ചുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 റെക്കമെൻഡേഷൻസ് ഉള്ളത്. മേ ബി റെക്കമെൻഡേഷൻസ് ഒരു 5 എണ്ണം പറയാനോ 6 എണ്ണം പറയാനോ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഹാഫ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി GST കൗൺസിൽ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് കോറം ഓഫ് അറ്റ് ഇറ്റ്സ് മീറ്റിംഗ്. അതായത് ഇതിന്റെ കോറം തികയണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗിന്റെ കോറം എത്രയാണ്? ഹാഫ് ഓഫ് ദി ടോട്ടൽ നമ്പർ. എത്രയാണോ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അതിന്റെ ഹാഫ് ഉണ്ടായിരിക്കണം. Every decision of the GST Council shall be taken at a meeting of by a majority of not less than 3/4 weighted votes of the members present and voting in accordance with the following principle. അതായത് എല്ലാ ഡിസിഷൻസും, അതായത് GST കൗൺസിലിലെ ഡിസിഷൻസ് എടുക്കുന്നത് എത്ര മെജോറിറ്റി വേണം? ലെസ് ദാൻ 3/4 ഓഫ് ദി വെയ്റ്റഡ് വോട്ട്സ് ഓഫ് ദി മെമ്പേഴ്സിന്റെ 3/4 വെയ്റ്റഡ് വോട്ട്സ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, ഒരു ഡിസിഷൻ എന്താവുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റേജ് പറയുകയാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ വെയിറ്റേജ് 1/3 ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടുഗദർ വെയിറ്റേജ് 2/3 ആയിരിക്കും. ഓക്കെ, വെയിറ്റേജ് സെൻട്രൽ ഗവൺമെന്റിന്റെ വെയിറ്റേജ് 1/3 വെയിറ്റേജും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വെയിറ്റേജ് 2/3 വെയിറ്റേജും ആയിരിക്കും. സോ ഈ ഒരു കാര്യം MCQ പർപ്പസിന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് അതർ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഉണ്ട്. ഇതൊക്കെ MCQ പെർസ്പെക്റ്റീവിന് ഇമ്പോർട്ടൻ്റ് ആയതും പിന്നെ പൊതുവെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇതുകൂടി പറഞ്ഞാൽ ചാപ്റ്റർ 1 ഈസ് കംപ്ലീറ്റഡ്. Article 255 of the Constitution of India prohibits arbitrary collection of tax. It states that no tax shall be collected or levied or collected except by authority of law. അതായത് ആർട്ടിക്കിൾ 265 പറയുന്നുണ്ട്, നിങ്ങൾ അതോറിറ്റി ഇല്ലാതെ ടാക്സ് കളക്ട് ചെയ്യാൻ നിൽക്കരുത്, ടാക്സ് കളക്ട് ചെയ്യരുത്. അപ്പോൾ പ്രോപ്പർ അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതോറിറ്റി ഓഫ് ലോ, പ്രോപ്പർ അതോറിറ്റി ഓഫ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 240 gives the respective authority to union and state government for levying tax. ആർട്ടിക്കിൾ 246 നമ്മളെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനൊക്കെ ടാക്സ് ലെവി ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്, യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും. പവർ ടു ലെവി GST ഹാസ് ബീൻ കൺഫേർഡ് ബൈ 246A. 246A GST ലെവി ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുള്ളത്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ 101ാമത്തെ അമെൻമെന്റ് ആക്ട് 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ MCQ. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, ഏത് ആർട്ടിക്കിളിലാണ് GST ലെവി ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുള്ളത്? വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ MCQ. However, in respect of following goods, aforesaid provision shall apply from the date recommended by the council. അതായത് താഴെ പറഞ്ഞ 5 പ്രൊഡക്റ്റിന് എന്നാണോ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഡേറ്റ് മുതലാണ് GST അപ്ലിക്കബിൾ ആവുക. അതുവരെ അപ്ലിക്കബിൾ ആവില്ല. 5 പെട്രോളിയം പ്രൊഡക്ട്സ് ഇല്ലേ, അത് പെട്രോളിയം ക്രൂഡ്, മോട്ടോർ സ്പിരിറ്റ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ, ഹൈ സ്പീഡ് ഡീസൽ, നാച്ചുറൽ ഗ്യാസ്. Article 269A stipulates that GST on supplies in the course of interstate trade or commerce shall be levied and collected by the Government of India, and such tax shall be apportioned between union and state in the manner as may be provided by the parliament on the recommendation of the council. 269A പറയുന്നത് ഇന്റർസ്റ്റേറ്റ് ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ IGST കളക്ട് ചെയ്തിട്ട് അത് എങ്ങനെ അപ്പോർഷൻ ചെയ്യണം, ആര് തമ്മിൽ? സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള അപ്പോർഷൻമെന്റ് നമ്മൾ GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചേക്കും ചെയ്യാം എന്ന് പറയുന്ന പോയിന്റ്.
Next, GST compensation cess at a specified rate has been imposed under Goods and Service Tax Act, like pan masala, tobacco, aerated water, motor cars on computer on value of taxable supply. അതായത് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് ചില സാധനത്തിൻ്റെ മുകളിൽ ഈടാക്കുന്നുണ്ട്, ലക്ഷറി ഐറ്റംസിൻ്റെ മുകളിൽ. ഓക്കെ, സ്റ്റിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 5 വർഷത്തിനാണ് കോമ്പൻസേഷൻ സെസ് കൊണ്ടുവന്നത്, പക്ഷേ ഇപ്പോഴും ഉണ്ട് നമുക്ക് പറയാം. അപ്പോൾ കോമ്പൻസേഷൻ സെസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അതായത് ജി എസ് ടി വന്നതോട് കൂടിയിട്ട് സ്റ്റേറ്റിന് കുറച്ച് നഷ്ടം വന്നു എന്നുള്ള ഒരു ഇതെത്തി. അപ്പോൾ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ കോമ്പൻസേഷൻ സെസ് എല്ലാവരും കസ്റ്റമറേക്കൊന്ന് ഈടാക്കാം ലക്ഷറി ഐറ്റംസിൻ്റെയൊക്കെ. അപ്പോൾ കോമ്പൻസേഷൻ ഇസ് ലെവിയഡ് ഓൺ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് ആൻഡ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ വിത്ത് എ വ്യൂ ടു, എന്താണ് ആ വ്യൂ ടു പ്രൊവൈഡ് കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ഫോർ ലോസ് ഓഫ് റവന്യൂ അറൈസിംഗ് ഓൺ അക്കൗണ്ട് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി. ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്തോട് കൂടിയിട്ട് ചില നഷ്ടങ്ങൾ ഓരോ ഇതിന് വന്നു. ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഇവർ ഈ കോമ്പൻസേഷൻ സെസ് കൊണ്ടുവന്നത്. സ്റ്റേറ്റുകൾക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇനീഷ്യലി ജി എസ് ടി കോമ്പൻസേഷൻ സെസ് വാസ് ലെവിഡ് ഫോർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷത്തിനായിരുന്നു ഇത്. അതായത് 2017 5 വർഷം, 2022 ജൂൺ വരെയായിരുന്നു ഇതിൻ്റെ കാലാവധി. പക്ഷേ അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മാർച്ച് 2026 വരെ ആക്കിയിട്ടുണ്ട്. സോ സ്റ്റിൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ. കോമ്പൻസേഷൻ സെസ് ഇപ്പോഴും ഉണ്ടോ? യെസ്, ഇപ്പോഴും ഉണ്ട്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, alcoholic liquor for human consumption is outside the realm of GST. The manufacture or production of alcoholic liquor content is subject to state excise duty and interstate sale of same is subject to VAT, CST respectively. Alcoholic liquor for human consumption എന്തില്ല? GST ഇല്ല. അതിന് ഇപ്പോഴും എന്താണ് എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റേറ്റ് വാറ്റും ആണ് ഇപ്പോഴും ഉള്ളത്. ടൊബാക്കോ ഇസ് ഇൻ വിത്തിൻ ദ പ്രിവ്യൂ ഓഫ് ജി എസ് ടി. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എം സി ക്യൂന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. അടുത്ത് പറയാൻ പോകുന്നതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എം സി ക്യൂന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഈ ടൊബാക്കോ ഇല്ലേ, ടൊബാക്കോക്ക് ജി എസ് ടി ഉണ്ട്. ജി എസ് ടി ഈസ് ലെവിയബിൾ ഓൺ ടൊബാക്കോ. ടൊബാക്കോ പ്രൊഡക്ഷനൊക്കെ എന്തുണ്ട്? ജി എസ് ടി ഉണ്ട്. പക്ഷേ ഹവർ ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് ഓൾസോ റീറ്റെയിൻ ദി പവർ ടു ലെവി എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. നമ്മൾ അവിടെ പഠിച്ചിരുന്നു നമ്മളെ സെൻട്രൽ ഡ്യൂട്ടീസ് സബ്സ്യൂം ചെയ്യപ്പെടുന്ന ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ടൊബാക്കോ പ്രൊഡക്ട്സിന് സ്റ്റിൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ടൊബാക്കോ പ്രൊഡക്ട്സിന് ജി എസ് ടി ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ടൊബാക്കോ ഈ സബ്ജക്ട് ടു ജി എസ് ടി ആസ് വെൽ ആസ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. ഓർത്ത് വെച്ചോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് എം സി ക്യൂന്. നെക്സ്റ്റ്, ജി എസ് ടി ഇസ് നോട്ട് ലെവിഡ് ഓൺ സെയിൽ ഓൺ പർച്ചേസ് ഓഫ് ഇമ്മൂവൽ പ്രോപ്പർട്ടി. അതായത് നമ്മളെ ഇമ്മൂവൽ പ്രോപ്പർട്ടിയുടെ സെയിൽ ഓൺ പർച്ചേസിന് എന്തില്ല, റിയൽ എസ്റ്റേറ്റ് സെക്ടേഴ്സിന് എന്തില്ല, ജി എസ് ടി ഇല്ല. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ ചാപ്റ്റർ 2 നമ്മളെ സപ്ലൈ ചാപ്റ്ററിൽ ഒരു ഷെഡ്യൂൾ 2 ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അപ്പം പഠിക്കാം. പക്ഷേ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവൽ പ്രോപ്പർട്ടി ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്മൂവൽ പ്രോപ്പർട്ടിയിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈസ് ഓൾസോ ഇൻക്ലൂഡ്. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്, പഠിക്കാം. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ഒപ്പിയം, ഇന്ത്യൻ ഹെംപ് ആൻഡ് അതർ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് ആർ വിത്തിൻ ദ പ്രിവ്യൂ ഓഫ് ജി എസ് ടി. അതായത് ഒപ്പിയം, ഇന്ത്യൻ ഹെംപ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, നർക്കോട്ടിക്സ് ഒക്കെ ജി എസ് ടി ഉണ്ട്. പക്ഷെ അതിന് എന്തുണ്ട്? സബ്ജക്ട് ടു എക്സൈസ് ഡ്യൂട്ടി, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടീസും ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. സെയിം ആസ് ടൊബാക്കോ പ്രൊഡക്ട്സിന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയാണ്. പക്ഷേ ഒപ്പിയം, ഇന്ത്യൻ ഹെംപ് ഇതിനൊക്കെ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടീസ് ആണ് അപ്ലിക്കബിൾ. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു നമ്മളെ ചാപ്റ്റർ നമ്പർ 1. സോ മിസ്റ്റേക്സ് ആർ പ്രൂഫ് ദാറ്റ് യു ആർ ട്രൈങ്. ഇഫ് യു ആർ മേക്കിംഗ് എനി മിസ്റ്റേക്സ് യു ഷുഡ് ലേൺ ഫ്രം മിസ്റ്റേക്സ്. പല ആൾക്കാരും ചെയ്യാത്തതാണ്. മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് സ്വയം കണ്ടെത്തൂല. മിസ്റ്റേക്സ് വന്നാൽ തന്നെ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ആരും തിരിച്ചറിയില്ല, ആരും ശ്രദ്ധിക്കാൻ നോക്കില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് ചാപ്റ്റർ. ഇത്ര പഠിച്ചാൽ മതി. സോ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ഡിഫറൻസ് കമ്മിങ് അറ്റംപ്റ്റിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി കമ്മിങ് അറ്റംപ്റ്റിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടാക്സ് സബ്സ്യൂംഡ് ഒന്ന് പഠിച്ചു വെച്ചാൽ ഏതൊക്കെയാണ് സബ്സ്യൂം ചെയ്യപ്പെട്ടത്, സബ്സ്യൂം ചെയ്യപ്പെടാത്തത് ഏതൊക്കെ. കോമൺ പോർട്ടൽ, ജി എസ് ടി കോമൺ പോർട്ടൽ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഐ തിങ്ക് ലേറ്റസ്റ്റ് ഒരു അറ്റംപ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, ചോദിക്കുമെന്ന് അറിയില്ല. കൗൺസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും ആണ് പിന്നെ ഒരു ചാൻസ് ഉള്ളത്, കോമൺ പോർട്ടലും കൗൺസിലും. പക്ഷെ അതിൽ ചാൻസ് കൂടുതൽ കൗൺസിലാവും മിക്കവാറും. ഡിപ്പെൻസ്, അത് ഉറപ്പിക്കാൻ വയ്യ. പിന്നെ കുറച്ച് എം സി ക്യു റിലേറ്റഡ് പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ദാറ്റ്സ് ഓൾ ഇൻ കേസ് ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഓർഡർ തന്നെയാണ് നമ്മുടെ അടുത്ത ഇത് കണ്ടോ, ചാപ്റ്റർ 2 കണ്ടോ. നമ്മൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോട്ട് ആക്കി സിമ്പിൾ പോയിന്റ്സ് ആയിട്ട് വളരെ കുറേ പോയിന്റ്സ് നമ്മൾ കട്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം, എക്സാം പെർസ്പെക്റ്റീവിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് ഈ മാജിക് ബുക്കിൽ ഉള്ളത് എന്നുള്ളത്. ഇതൊക്കെയാണ് മാജിക് ബുക്കിലുള്ളത്. ഏറ്റവും സിംപ്ലസ്റ്റ് വേണ്ട സർക്കുലേഴ്സ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇമ്പോർട്ടൻറ്റ് ജി എസ് ടി സർക്കുലേഴ്സ് മാത്രം. അതിൽ തന്നെ നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഒന്ന് മിനിമൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ സർക്കുലേഴ്സ് ഇൻക്ലൂഡഡ് ആണ് കണ്ടോ. ഒക്കെ ഞാൻ ലേറ്റസ്റ്റ് സർക്കുലേഴ്സ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുമുണ്ട്. ഇൻക്ലൂഡ് അല്ല എന്നല്ല, കുറേ കാര്യങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഫൈൻ, ദിസ് ബുക്ക് ഈസ് ഫൈൻ.
എന്നാണ് ഞാൻ സ്വയം ബിലീവ് ചെയ്യുന്നത്. ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയി ബുക്ക്. ദിസ് ബുക്ക് ഈസ് വെരി ഫാർ ഇനഫ്. ഞാൻ അത്രയും കോൺഫിഡൻ്റ്. കോൺഫിഡൻസ് ദാൻ ഓൾ ഇൻ വൺ ബുക്ക്. ഓൾ ഇൻ വൺ ബുക്ക് പിന്നെ എല്ലാം കൂടിയുള്ള ബുക്കാണ്. പക്ഷെ ഈ റേറ്റിന് ദിസ് ഈസ് ടു മച്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇഫ് യു നീഡ് ടു ബൈ, കോൺടാക്ട് ദിസ് നമ്പർ. വാട്സപ്പ് ചെയ്താൽ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദി ഫസ്റ്റ് ചാപ്റ്റർ. നമുക്ക് അടുത്ത സെക്കൻഡ് ചാപ്റ്റർ റിവിഷന് പോവാം. ഓക്കെ, ബൈ.